everyone, welcome back to our channel IAS Talks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നോൺ മാർക്കറ്റ് എക്കോണമി. So, let's move to the topic. നോൺ മാർക്കറ്റ് എക്കോണമി. എന്താണ് നോൺ മാർക്കറ്റ് എക്കോണമി? നമ്മൾ ഓൾറെഡി മാർക്കറ്റ് എക്കോണമി ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ജോൺ മൈനാർഡ് കെയ്ൻസ് ആണ് നോൺ മാർക്കറ്റ് എക്കോണമി ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന്. എന്നാൽ അതിനൊക്കെ ഒരുപാട് കാലം മുന്നേയും കാൾ മാർക്സ് എന്ത് ചെയ്തിരുന്നു? ഈ ഒരു നോൺ മാർക്കറ്റ് എക്കോണമിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് കാൾ മാർക്സ് ആയിരുന്നു. സോ അദ്ദേഹം അതിലൂടെ പറയുന്ന രണ്ട് ആശയങ്ങളാണ്, ഒന്ന് സോഷ്യലിസ്റ്റ്, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ്. സോഷ്യലിസ്റ്റ് മോഡൽ എന്ന് വെച്ചാൽ USSR മോഡലാണ്. അവിടെ എന്താണ്, സ്റ്റേറ്റ് എല്ലാ നാച്ചുറൽ റിസോഴ്സിൻ്റെയും അധികാരം, അല്ലെ അതിൻ്റെ ഫുൾ കൺട്രോൾ, എല്ലാ നാച്ചുറൽ റിസോഴ്സിൻ്റെയും കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും? സ്റ്റേറ്റിൻ്റെ കയ്യിലായിരിക്കും. ആൻഡ് കമ്മ്യൂണിസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്, അതിനെ ചൈനീസ് മോഡൽ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അവിടെ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? നാച്ചുറൽ റിസോഴ്സും അതുപോലെ തന്നെ ലേബറും ആരുടെ അണ്ടറിൽ കൊണ്ടുവരുന്നു? സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുന്നു. സോ ഇതാണ് സോഷ്യലിസ്റ്റ് മോഡലും കമ്മ്യൂണിസ്റ്റ് മോഡലും. നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ നമുക്കറിയാം USSR മോഡലും ചൈനീസ് മോഡലും. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാകുന്നത്. ഓക്കെ, സോ ഈ ഒരു നോൺ മാർക്കറ്റ് എക്കോണമിയെ നമ്മൾ സ്റ്റേറ്റ് എക്കോണമി എന്നും കമാൻഡ് എക്കോണമി എന്നും സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്നൊക്കെ പറയുന്നുണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ നോൺ മാർക്കറ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, കൂടുതലും സ്റ്റേറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ മാർക്കറ്റ് എക്കോണമിയിൽ പറഞ്ഞു അവിടെ ഡിമാൻഡ് സപ്ലൈ ഒരു മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഫുൾ അധികാരം ആർക്കാണ്? മാർക്കറ്റിനാണ്. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറവാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ നോൺ മാർക്കറ്റ് എക്കോണമിയിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ടും സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് എക്കോണമി, കമാൻഡ് എക്കോണമി, സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്നൊക്കെ ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു നോൺ മാർക്കറ്റ് എക്കോണമിയിലൂടെ മുൻപോട്ട് വന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്, ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു നോൺ മാർക്കറ്റ് എക്കോണമിയിൽ റിസോഴ്സ് എല്ലാം എല്ലാവരുടെയും വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, കഴിഞ്ഞ മാർക്കറ്റ് എക്കോണമിയിൽ നമ്മൾ പറഞ്ഞല്ലേ കുറച്ച് പേര് നല്ല രീതിയിൽ അവരുടെ ബിസിനസ് സക്സസ്ഫുൾ ആകുമ്പോൾ അവർ അതിൽ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഇൻകം ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ കുറച്ച് ആളുകൾ എന്ത് ചെയ്യും, പോവേർട്ടിയൊക്കെ നേരിട്ട് അല്ലെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഉയർന്നു വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവർ ആ ഒരു പോവേർട്ടി ആ ഒരു ഏരിയയിൽ തന്നെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ വരുന്നു. പക്ഷേ ഇവിടെ റിസോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എല്ലാവരുടെയും, എല്ലാ ജനങ്ങളും അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർ അങ്ങനെയൊന്നുമില്ല, എല്ലാ ആളുകളിലേക്കും ഈ റിസോഴ്സ് എത്തുന്ന രീതിയിൽ വേണം നോൺ മാർക്കറ്റ് എക്കോണമിയിൽ ആക്ടിവിറ്റീസ് നടക്കാൻ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദാറ്റ് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ കൊണ്ടുവരണം. അവരാണ് ഇനി മുതൽ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും ചെയ്യാൻ പോകുന്നത്. ദ തേർഡ് വൺ ഈസ് ദാറ്റ് നോ പ്രോപ്പർട്ടി റൈറ്റ്സ് ഓവർ പ്രൊലറ്ററേറ്റ് ബൈ ബോർജീസ്. പ്രൊലറ്ററേറ്റ് എന്ന് പറയുമ്പം ലേബേഴ്സിനെയാണ് പറയുന്നത്. ബോർജഗീസ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പർ ക്ലാസ്സിനെയാണ് പറയുന്നത്. അതായത് മുൻപൊക്കെ ഈ ലേബേഴ്സിൻ്റെ കയ്യിൽ നിന്നും പ്രോപ്പർട്ടി റൈറ്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഈ അപ്പർ ക്ലാസ് പിടിച്ചു വാങ്ങുമായിരുന്നു. അപ്പോൾ ഇനി മുതൽ അത് സാധ്യമല്ല. ലേബേഴ്സിന് അവകാശപ്പെട്ട പ്രോപ്പർട്ടീസ് അവർക്കും അപ്പർ ക്ലാസ്സിന് അവകാശപ്പെട്ട പ്രോപ്പർട്ടീസ് ഒക്കെ അപ്പർ ക്ലാസ്സിനും കയ്യിൽ വെക്കാം. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ഫോർത്ത് പോയിന്റ്, ഇസ് ദാറ്റ് ആബ്സെൻസ് ഓഫ് മാർക്കറ്റ്. ഇവിടെ മാർക്കറ്റ് ഇല്ല. മാർക്കറ്റ് എക്കോണമിയിൽ എന്താണ്, മാർക്കറ്റ് തീരുമാനിക്കും, ഡിമാൻഡും സപ്ലൈയും എല്ലാ കാര്യങ്ങളും അവരുടെ അണ്ടറിലായിരിക്കും. പക്ഷേ ഇവിടെ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല. ആൻഡ് ഓൾസോ ദർ ഇസ് നോ കോമ്പറ്റീഷൻ. മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ എന്തില്ല, നോൺ മാർക്കറ്റ് എക്കോണമിയിൽ കോമ്പറ്റീഷൻ ഇല്ല, ഫുൾ സ്റ്റേറ്റിൻ്റെ കൺട്രോൾ ആയിരിക്കും. ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഈസ് ദാറ്റ് സ്റ്റേറ്റ് ഓൺഡ് എൻ്റർപ്രൈസ് ആയിരിക്കും. അവിടെ പ്രൈവറ്റ് എൻ്റർപ്രൈസോ പ്രൈവറ്റ് എൻ്റർപ്രൈസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ മുഴുവൻ എന്താണ്, സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മുഴുവൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സിസ്റ്റം ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് ബോൾഷെവിക്കിലാണ് 1990. പിന്നീട് അവിടെ നിന്നും ഈസ്റ്റേൺ യൂറോപ്പിലേക്കും പിന്നീട് ചൈനയിലേക്കുമൊക്കെ ഇത് സ്പ്രെഡ് ആവുകയാണ്. ഇനി ഇതിൻ്റെ പോരായ്മകൾ, ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്, ദർ ഇസ് നോ ഐഡിയ ഫോർ വെൽത്ത് ക്രിയേഷൻ. അതായത് വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നതൊന്നും നടന്നിട്ടില്ല. കാരണം എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുന്നു, വരുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു. അവിടെ ആളുകൾ പ്രത്യേകിച്ചൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല. കാരണം സർക്കാർ എന്ത് ചെയ്യുന്നു, എല്ലാവരും വന്ന് ജോലി ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണ്. എല്ലാവരും സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ മറിച്ച് ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ദ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് സ്റ്റേറ്റ് റിസോഴ്സ് അലോക്കേഷൻ. അതായത് എല്ലാവരുടെയും വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് നോൺ മാർക്കറ്റ് എക്കോണമി നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ പാവപ്പെട്ടവനോ പണക്കാരനോ ഒന്നും ഇല്ല. ഇപ്പോൾ എന്തെങ്കിലും റേഷൻ കൊടുക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ആളുകൾക്കും, ചിലപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾക്കായിരിക്കത്തില്ല. സോ ആവശ്യമില്ലാത്ത ആളുകൾക്ക് ഇത്തരത്തിൽ റേഷനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ റിസോഴ്സ് കൊടുക്കുന്ന സാഹചര്യത്തിൽ അതിൽ വേസ്റ്റേജ് സംഭവിക്കുകയാണ് അല്ലേ. ആവശ്യമില്ലാത്തവർക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ആവശ്യമുള്ളവർക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മിസ് അലോക്കേഷൻസും വേസ്റ്റേജും ഒക്കെ വരുന്ന സാഹചര്യമുണ്ടായി. ആൻഡ് ദർ ഇസ് നോ മോട്ടിവേഷൻ ടു വർക്ക് ഹാർഡ്.
നമ്മൾ പറഞ്ഞു മാർക്കറ്റ് എക്കോണമിയിൽ എന്താ, സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൽ സക്സസ്ഫുൾ ആകുമ്പോഴേക്കും അവർ എന്ത് ചെയ്യുന്നു, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് കൂടുതൽ ഏൺ ചെയ്യാനുള്ളൊരു രീതിയിലേക്ക് എത്തുന്നു, അവർ മെച്ചപ്പെട്ടൊരു ജീവിതം കാഴ്ചവെക്കുന്നു. പക്ഷേ ഇവിടെ എന്താണ്, മോട്ടിവേഷൻ ഉണ്ടോ? ഇല്ല. കാരണം ഫുൾ സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണ്, അവിടെ സ്വന്തമായിട്ട് ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് മെച്ചപ്പെടാനോ ഇനി അവർ നല്ല രീതിയിൽ ജോലി ചെയ്താലും മോശമായിട്ട് ജോലി ചെയ്താലും അവർക്ക് ഒരേ വേജസ് തന്നെയാണ് ലഭിക്കുക. അവിടെ നിന്ന് അവർക്ക് ലാഭമോ നഷ്ടമോ ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയും സ്റ്റേറ്റിന് വേണ്ടിയിട്ട് അവരത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല. ഒരു മോട്ടിവേഷനോ കാര്യങ്ങളോ ഇല്ലാതെ വരുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു എന്നുള്ള രീതി മാത്രമാണ്. അവിടെ ഇന്നോവേഷൻസോ ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ എന്താ ഒരു ഇൻറ്റേർണൽ ഡീക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അകമേക്ക് നമ്മൾ പറയത്തില്ലേ ഇങ്ങനെ പതിയെ ദ്രവിച്ച് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാകുന്ന ഒരു രീതി. അപ്പോൾ ആ ഒരു രീതിയാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നീട് ലിബർട്ടി, ഫ്രീഡം ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഫുള്ള് സ്റ്റേറ്റിൻ്റെ അണ്ടറിലായിരുന്നു മുഴുവൻ. അതുകൊണ്ട് തന്നെയും ഇതിനെ സ്റ്റേറ്റ് ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നുണ്ട്. ആൻഡ് 1917 ആകുമ്പോഴേക്കും ഒരു ഇൻറ്റേർണൽ ഡീക്കെ നല്ല രീതിയിൽ ശക്തമാവുകയും ഓസ്കാർ ലോങ് എന്ന് പറയുന്ന അദ്ദേഹം 1950 തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് സോഷ്യലിസത്തെ പറ്റിയിട്ട്, അതായത് മിക്സഡ് എക്കോണമി എന്നൊരു കൺസെപ്റ്റ്. ആൻഡ് ഈ ഒരു 1970s ഇത്രയും ഒരു പ്രശ്നങ്ങളൊക്കെ നേരിട്ടു. 1980s ആയപ്പോഴേക്കും USSR എന്ത് ചെയ്തു, ഒരു ട്വിൻ പോളിസീസ് ഓഫ് പെരസ്ട്രോയിക്ക ആൻഡ് ഗ്ലാസ്നോസ്റ്റ്, ഒരു രണ്ട് ഐഡിയാസ്, ഒരു രണ്ട് പോളിസീസ് കൊണ്ടുവരികയാണ്. പെരസ്ട്രോയിക്ക എന്ന് പറഞ്ഞാൽ റീസ്ട്രക്ചറിങ്, ഇപ്പോൾ ഉള്ളതിനെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ഗ്ലാസ്നോസ്റ്റ് എന്ന് വെച്ചാൽ ഓപ്പൺനെസ്, ഒരുപാട് പ്രൈവറ്റ് കമ്പനീസിനൊക്കെ തുറന്നു കൊടുക്കൽ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഒരു ഓപ്പൺ മൈൻഡിലേക്ക് വരികയാണ്. 1980s ചൈന എന്ത് ചെയ്യുന്നു, പുതിയൊരു പോളിസി കൊണ്ടുവരുന്നു, ഓപ്പൺ ഡോർ പോളിസി. ഓപ്പൺ ഡോർ പോളിസി എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പൺ ഡോർ പോളിസി എന്ന് വെച്ചാൽ മിക്സഡ് എക്കോണമി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ഇതിലേക്ക് എത്തുകയും, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ സ്റ്റേറ്റും മാർക്കറ്റും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്വാധീനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ ആർക്കാണ്? മാർക്കറ്റിനാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നോൺ മാർക്കറ്റ് എക്കോണമിയുമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് പോയിന്റ്സ് ഒന്ന് റീകളക്ട് ചെയ്യാം. നോൺ മാർക്കറ്റ് എക്കോണമി അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് കാൾ മാർക്സ് ആണ്. അദ്ദേഹമാണ് ഈ ഒരു നോൺ മാർക്കറ്റ് എക്കോണമി എന്നൊരു ആശയം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം രണ്ട് ശാഖകളാണ് ഇതിന് പറയുന്നത്, സോഷ്യലിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ്. സോഷ്യലിസ്റ്റ് മോഡൽ എന്ന് വെച്ചാൽ USSR മോഡൽ എന്നും അറിയപ്പെടുന്നു. അവിടെ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു, നാച്ചുറൽ റിസോഴ്സിൻ്റെ ഫുൾ അധികാരവും സ്റ്റേറ്റ് ആണ് അവിടെ എടുക്കുന്നത്. ഇനി ചൈനീസ് മോഡൽ അഥവാ കമ്മ്യൂണിസ്റ്റ് മോഡലിലേക്ക് വരുമ്പം എന്താണ്, നാച്ചുറൽ റിസോഴ്സും ലേബറും ആരുടെ അണ്ടറിൽ പോകുന്നു, സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ പോകുന്നു. ഇവിടെ നോൺ മാർക്കറ്റ് എക്കോണമിയിൽ മാർക്കറ്റ് എക്കോണമിയെ അപേക്ഷിച്ച് ഇവിടെ എന്താണ്, ഫുൾ സ്റ്റേറ്റിൻ്റെ കൺട്രോളായിരിക്കും കാര്യങ്ങളെല്ലാം നടക്കുക. അതുകൊണ്ട് തന്നെയും ഈ നോൺ മാർക്കറ്റ് എക്കോണമിയെ സ്റ്റേറ്റ് എക്കോണമി, കമാൻഡ് എക്കോണമി, സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് വന്ന ആശയങ്ങൾ ഒന്നെന്ന് പറയുന്നത് റിസോഴ്സസ് എല്ലാ ആളുകളുടെയും വെൽബീങ്ങിന് വേണ്ടിയിട്ടായിരിക്കണം. പാവപ്പെട്ടവർ, പണക്കാർ അങ്ങനെയൊന്നുമല്ല, മറിച്ച് എല്ലാ ആളുകളിലേക്കും ഒരേപോലെ എത്തിക്കണം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഐഡിയ. സെക്കൻഡ് വൺ ഈസ് ദാറ്റ് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും ആര് ചെയ്യും, ആരുടെ അണ്ടറിലായിരിക്കും, സ്റ്റേറ്റിൻ്റെ അണ്ടറിലായിരിക്കും. ആൻഡ് ദർ ഇസ് നോ പ്രോപ്പർട്ടി റൈറ്റ്സ് ഓവർ പ്രൊട്ടറേറ്റ് ബൈ ബോർജിഗീസ്, അതായത് ലേബേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ലേബേഴ്സിന് അവകാശപ്പെട്ടതാണ്. അപ്പർ ക്ലാസ്സിന് എന്ത് ചെയ്യാൻ സാധ്യമല്ല, ഈ ലേബേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള പ്രോപ്പർട്ടീസ് ഒന്നും അക്വയർ ചെയ്യാനുള്ള അധികാരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവിടെ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. ദെൻ ആബ്സെൻസ് ഓഫ് മാർക്കറ്റ്, ദർ ഇസ് നോ കോമ്പറ്റീഷൻ. കൂടുതലും സ്റ്റേറ്റ് ഓൺഡ് എൻ്റർപ്രൈസ് ആണ് നമുക്ക് ഈ ഒരു നോൺ മാർക്കറ്റ് എക്കോണമിയിൽ കാണാൻ പറ്റുന്നത്. അവിടെ പ്രൈവറ്റ് എൻ്റർപ്രൈസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ദെൻ ആദ്യമായിട്ട് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബോൾഷെവിക്കിലാണ് 1919. അവിടെ നിന്നും ഈസ്റ്റേൺ യൂറോപ്പിലേക്കും ചൈനയിലേക്കൊക്കെ പിന്നീട് സ്പ്രെഡ് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ നിലവിൽ കാണുന്ന സിസ്റ്റമൊക്കെ അങ്ങനെ ഇവോൾവ് ആയതാണ്. ആൻഡ് ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേഷൻ നടക്കുന്നില്ല, കാരണം ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദെൻ സ്റ്റേറ്റ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത് മിസ്അലോക്കേഷനും വേസ്റ്റേജും ഒക്കെ, കാരണം അർഹതപ്പെട്ടവർക്ക് മാത്രമല്ല എല്ലാ ആളുകളിലേക്കും അങ്ങ് ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന രീതിയൊക്കെയാണ് നമ്മൾ ഈ ഒരു നോൺ മാർക്കറ്റ് എക്കോണമിയിൽ കണ്ടത്. പിന്നീട് ദർ ഇസ് നോ മോട്ടിവേഷൻ ടു വർക്ക് ഹാർഡ്, അതുകൊണ്ട് തന്നെ ഇന്നോവേഷൻസ് ഇല്ല, ഒരു ഇൻറ്റേർണൽ ഡീക്കിയാണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ കണ്ടുവന്നത്. ലിബർട്ടി ഇല്ല, ഫ്രീഡം ഇല്ല. അതുകൊണ്ട് തന്നെയും ഈ ഒരു നോൺ മാർക്കറ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ് ക്യാപിറ്റലിസമാണ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. 1917 ആയപ്പോഴേക്കും ഇൻറ്റേർണൽ ഡീക്കെ നല്ല രീതിയിൽ ശക്തമാവുകയും ആ ഒരു ടൈമിലാണ് ഓസ്കാർ ലോങ്, അദ്ദേഹം ഒരു ഫിലോസഫറാണ്, അദ്ദേഹം എന്ത് ചെയ്യുന്നു, മിക്സഡ് എക്കോണമി അഥവാ മാർക്കറ്റ് സോഷ്യലിസം എന്നൊരു ഐഡിയ മുൻപോട്ട് കൊണ്ടുവരുന്നത്. ആൻഡ് 1980s ആയപ്പോഴേക്കും USSR എന്ത് ചെയ്തു, ഒരു ടിൻ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, പെരസ്ട്രോയിക്ക ആൻഡ് ഗ്ലാസ്നോസ്റ്റ്. പെരസ്ട്രോയിക്ക എന്ന് വെച്ചാൽ ഒരു റീസ്ട്രക്ചറിങ്, ഇപ്പോൾ ഉള്ള ആ ഒരു സിസ്റ്റം കുറച്ചുകൂടെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് അഡ്വാൻറ്റേജസ് കൊണ്ടുവരിക. ഗ്ലാസ്നോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഓപ്പൺനെസ്, ഒരുപാട് പ്രൈവറ്റ് കമ്പനീസിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മെച്ചപ്പെട്ട രീതിയിലേക്ക് ആക്ടിവിറ്റീസ് കൊണ്ടുവരിക. ആൻഡ് ഓൾസോ 1980s ചൈനയും എന്ത് ചെയ്യുന്നു, ഒരു ഓപ്പൺ ഡോർ പോളിസി കൊണ്ടുവരുന്നു. ദാറ്റ് മീൻസ് മിക്സഡ് എക്കോണമി. പക്ഷേ സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ അധികാരം ആർക്കാണ്, മാർക്കറ്റിനാണ്.
So that's all about non-market economy. Stay tuned to this channel for more videos.